അബ്ദുൾ ഒരു നല്ല പാചകക്കാരനായിരുന്നു. അയാൾക്ക് സുൽത്താൻ മിയയുടെ ഹോട്ടലിൽ തന്തൂരി ഉണ്ടാക്കുന്ന ജോലിയായിരുന്നു. എനിക്കൊരു തന്തൂരി പാർസലാക്കൂ. ഇപ്പൊ തരാം. അബ്ദുള്ളക്ക, നിങ്ങളുടെ കൈകൊണ്ട് ഉണ്ടാക്കുന്ന തന്തൂരി സൂപ്പറാണ്. ഞാൻ പല ഹോട്ടലുകളിലും തന്തൂരി കഴിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ കൈപുണ്യം വേറെ ആർക്കും ഞാൻ കണ്ടിട്ടേയില്ല. നന്ദി. എൻ്റെ തന്തൂരി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ. എനിക്കത് കേട്ടാൽ മതി. അബ്ദുൾ വർഷങ്ങളായി ആ ഹോട്ടലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രശ്നങ്ങളില്ലാതെ എല്ലാം നടന്നുകൊണ്ടിരുന്നു. പിന്നീട് ഒരു ദിവസം സുൽത്താൻ മിയയുടെ മകൻ അഫ്സൽ ഹോട്ടലിന്റെ ചുമതല ഏറ്റെടുത്തു. സാർ, നിങ്ങളുടെ ഹോട്ടലിലെ തന്തൂരി സൂപ്പറാണ്. എനിക്കറിയാം. പല കസ്റ്റമേഴ്സും അബ്ദുള്ളയുടെ തന്തൂരിയെ കുറിച്ച് പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ അബ്ദുൾ സന്തോഷിച്ചു. അഫ്സലിന്റെ മനസ്സിലുണ്ടായിരുന്ന കണക്കുകൂട്ടലുകളെ കുറിച്ച് അയാൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. തന്തൂരി കൗണ്ടർ വലുതാക്കണമെന്ന് അഫ്സൽ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. വേറെയും ചില പാചകക്കാരെ അവിടെ നിയമിക്കണം എന്നും. അബ്ദുള്ളക്ക, നിങ്ങൾ വേറെയും 1-2 പേർക്ക് നിങ്ങളെപ്പോലെ തന്തൂരി ഉണ്ടാക്കാൻ പഠിപ്പിച്ചു കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ, ഞാൻ തന്തൂരി കൗണ്ടർ വലുതാക്കാൻ പോവുകയാണ്. അപ്പോഴേ എനിക്ക് നിറയെ ഓർഡർ വരികയുള്ളൂ. തീർച്ചയായും ഞാൻ എല്ലാ പാചകക്കാരനും പറഞ്ഞു കൊടുക്കാം. അത് കേട്ട് അഫ്സൽ സന്തോഷിച്ചു. കുറച്ചു ദിവസത്തിനു ശേഷം തന്തൂരി കൗണ്ടർ വലുതായി. വേറെയും 2 പാചകക്കാരെ കൗണ്ടറിൽ നിയമിച്ചു, അൽത്താഫും അർബാസും. ഞാൻ ചെയ്യുന്നത് ശ്രദ്ധിച്ച് കണ്ടുപിടിക്കണം. എന്നെപ്പോലെ നന്നായി തന്തൂരി ഉണ്ടാക്കിയാൽ കസ്റ്റമേഴ്സ് നിങ്ങളെയും അഭിനന്ദിക്കും. അബ്ദുൾ 2 പേർക്കും തന്തൂരി രുചിയായിട്ടുണ്ടാക്കാൻ പഠിപ്പിച്ചു കൊടുത്തു. ചില ദിവസങ്ങൾക്കകം അവർ 2 പേരും തന്തൂരി നന്നായിട്ടുണ്ടാക്കാൻ പഠിച്ചു. എനിക്ക് വിശ്വാസമുണ്ട്, പകലിൽ ഈ ഹോട്ടലിൽ 2 മടങ്ങും രാത്രിയിൽ 4 മടങ്ങും ബിസിനസ് നടക്കും. നിങ്ങളുടെ വാക്ക് ബലിക്കട്ടെ അബ്ദുള്ളക്ക. അബ്ദുൾ നല്ല മനസ്സോടെ പുതിയ 2 പേർക്കും തന്തൂരി ഉണ്ടാക്കുന്നത് പഠിപ്പിച്ചു കൊടുത്തു. പക്ഷെ അഫ്സൽ വളരെ തന്ത്രശാലിയായിരുന്നു. അവന്റെ മനസ്സിൽ പണമുണ്ടാക്കണമെന്ന വിചാരമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അവൻ ഒരു പുതിയ പോൾട്രിക്കാരനുമായി കച്ചവടം സംസാരിച്ചു. ആ പോൾട്രിക്കാരൻ ചത്തുപോയ കോഴികളെ കുറഞ്ഞ വിലയ്ക്ക് അഫ്സലിന് വിറ്റുകൊണ്ടിരുന്നു. അങ്ങനെ അഫ്സലിന്റെ വ്യാപാരം വർദ്ധിച്ചു. തന്തൂരി കൗണ്ടർ വലുതായതുകൊണ്ട് കസ്റ്റമേഴ്സും കൂടുതൽ വരാൻ തുടങ്ങി. എല്ലാം നന്നായി നടന്നുകൊണ്ടിരുന്നു. എന്നാൽ ഒരു ദിവസം അബ്ദുൾ പകലും രാത്രിയും ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഹോട്ടലിന്റെ ഉടമ സുൽത്താൻ അവിടേക്ക് വന്നു. മോനെ അഫ്സലെ, ഹോട്ടൽ എങ്ങനെ നടക്കുന്നു? നന്നായി നടക്കുന്നുണ്ട്. അതുപോട്ടെ, നീ കോഴി വാങ്ങുന്ന സ്ഥലം മാറ്റി എന്നാണല്ലോ കേട്ടത്. അതെ വാപ്പ, ഈ പുതിയ കോഴിക്കടക്കാരൻ കുറഞ്ഞ വിലയിൽ കോഴി സപ്ലൈ ചെയ്യുന്നുണ്ട്. അതെയോ? അതെങ്ങനെ? കാരണം അതെല്ലാം ചത്തുപോയ കോഴികളാണ് വാപ്പ. എന്റെ അള്ളാ, നീ എന്തിനാ ഈ അന്യായം ചെയ്യുന്നത്? ഇത് പാവമാണ്. അങ്ങനെയൊന്നും ചെയ്യരുത്. നമ്മൾ കൊടുക്കുന്ന തന്തൂരി കഴിച്ചിട്ട് ആർക്കെങ്കിലും സുഖമില്ലാതെ ആയാൽ അള്ളാവും നമുക്ക് ഒരിക്കലും മാപ്പ് തരില്ല മോനെ. അങ്ങനെയൊന്നും നടക്കില്ല വാപ്പ. എല്ലാ ഹോട്ടലുകാരും അങ്ങനെയാണ് ചെയ്യുന്നത്. എന്റെ ഫ്രണ്ട്സിന്റെ ഹോട്ടലിലൊക്കെ ഇതാണ് ചെയ്യുന്നത്. ഇതുവരെ ആർക്കും അസുഖം വന്നിട്ടില്ല, ഇനി വരാനും പോകുന്നില്ല. നിന്നെ ഉപദേശിക്കേണ്ടത് എന്റെ കടമയാണ്. അതിനുശേഷം നിന്റെ ഇഷ്ടം. ഇന്നു മുതൽ ഈ ഹോട്ടൽ നിന്റേതാണ്. ഇനി നീയാണ് മുതലാളി. നല്ലതോ ചീത്തയോ അതെല്ലാം നിന്റെ കയ്യിലാണ് ഉള്ളത്. എന്നാൽ ഞാൻ പോവാ. സുൽത്താൻ മിയ അവിടെ നിന്ന് പോയി. അവരുടെ സംഭാഷണം മുഴുവനും അബ്ദുൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അയാളും വീട്ടിലേക്ക് പുറപ്പെട്ടു പോയി. രാത്രി അബ്ദുൾ ആ കാര്യത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരുന്നു. ജനങ്ങളുടെ ജീവൻ വെച്ച് കളിക്കുന്ന ഹോട്ടലിൽ ഇനി ഞാൻ ജോലി ചെയ്യാൻ പോകുന്നില്ല. ഇത് പാപമാണ്. പക്ഷെ ആ അഫ്സൽ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ആ ജോലി ഉപേക്ഷിക്കാൻ പോവുകയാണ്. സുൽത്താൻ ഹോട്ടലിലെ പാചകക്കാരന്റെ ജോലി ഉപേക്ഷിക്കണമെന്ന് അബ്ദുൾ തീരുമാനിച്ചു. അടുത്ത ദിവസം അയാൾ ഹോട്ടലിലേക്ക് ചെന്നു. നിങ്ങൾ സംസാരിച്ചതൊക്കെ ഞാൻ കേട്ടു. ഇനി ഇവിടെ ജോലി ചെയ്യാൻ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. ഞാൻ ഇവിടുത്തെ ജോലി വിടാൻ തീരുമാനിച്ചിരിക്കുന്നു. ആയിക്കോട്ടെ, നിങ്ങൾ എന്ത് വിചാരിച്ചു? നിങ്ങൾ പോയാൽ ഈ ഹോട്ടൽ അടച്ചിടുമെന്നോ? അത് നടക്കില്ല. പക്ഷെ നിങ്ങൾക്ക് വേറെ ഒരു ഹോട്ടലിലും ജോലി കിട്ടില്ല. അത് ഉറപ്പാ അബ്ദുള്ളക്ക. അങ്ങനെ ആയിക്കോട്ടെ, ജോലി ഇല്ലെങ്കിലും സാരമില്ല. ഇങ്ങനെ ആൾക്കാരെ പറ്റിച്ച് സമ്പാദിക്കാൻ ഇഷ്ടമല്ല. ഇങ്ങനെ പറഞ്ഞ് അബ്ദുൾ അവിടെ നിന്ന് പോയി. അയാൾ പല ഹോട്ടലുകളിലും ജോലി അന്വേഷിച്ചു കൊണ്ടിരുന്നു. പക്ഷെ അയാൾക്ക് എവിടെയും ജോലി കിട്ടിയില്ല. ഒരു ദിവസം മനസ്സ് തകർന്ന് അയാൾ സുഹൃത്തായ മുസ്തഫയുടെ സൈക്കിൾ ഷോപ്പിൽ ചെന്നിരുന്നു. എന്തു പറ്റി നിനക്ക്? ഇന്നും നിനക്ക് ജോലി കിട്ടിയില്ലേ? ഇല്ല സുഹൃത്തെ, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. തന്തൂരി ഉണ്ടാക്കുന്ന ജോലി അല്ലാതെ വേറെ ഒരു ജോലി അറിയില്ല. വേറെ ജോലി ചെയ്യാൻ നിന്നോട് ആരാ പറഞ്ഞേ? ഞാനൊരു കാര്യം പറയാം. നിനക്ക് സ്വന്തമായിട്ട് ഒരു തന്തൂരി കൗണ്ടർ ഓപ്പൺ ചെയ്താൽ എന്താ? എന്റെ അടുത്ത് അത്രയ്ക്കൊന്നും പണമില്ല. തന്തൂരിക്ക് വില അധികമാ. അത് മാത്രമല്ല, ഹോട്ടലും വേണ്ടേ?
പിന്നെ അതിന് വാടക, അതിനെല്ലാം ഞാൻ എവിടെ പോകും? നിന്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഒരു മറുപടിയേ ഉള്ളൂ. നീ കുറച്ച് വെയിറ്റ് ചെയ്യ്. മുസ്തഫ 2 പഴയ ചക്രങ്ങൾ കൊണ്ടുവന്നു. അവയെ ഒരു കമ്പി കൊണ്ട് കൂട്ടിയിണക്കി. ഇതാ റെഡി ആയിട്ടുണ്ട്. എന്താ അത്? പറഞ്ഞു തരാം. മുസ്തഫയുടെ പക്കൽ ഒരു നല്ല വണ്ടി റെഡിയായി. അയാൾ വീലുകൾക്ക് മേലെ ഒരു പലക ഘടിപ്പിച്ചു. എന്നിട്ട് ആ തന്തൂർ ഉന്തുവണ്ടിയിൽ വെച്ചു. ഇപ്പോൾ ഇതിന്റെ അടിയിൽ കൽക്കരി വെച്ച് കത്തിക്ക്. എന്നിട്ട് ഇതിന്റെ മുകളിൽ തന്തൂരി ഉണ്ടാക്കാം. ആ, വളരെ നന്നായിട്ടുണ്ടല്ലോ. ഈ ഐഡിയ എങ്ങനെ കിട്ടി? നിന്നെ സഹായിക്കണമെന്ന് വിചാരിച്ചപ്പോ ഒരു ഐഡിയ താനേ കിട്ടി. വളരെ നന്ദി സുഹൃത്തെ. അടുത്ത ദിവസം മുതൽ മുസ്തഫ ഉന്തുവണ്ടിയിൽ തന്തൂരി വിൽക്കാൻ ആരംഭിച്ചു. മുസ്തഫ തന്തൂരി ഉണ്ടാക്കുന്നതിൽ സമർത്ഥനായിരുന്നു. ഹോട്ടൽ ഇല്ലാത്തതുകൊണ്ട് അയാൾ തന്തൂരിയുടെ വില വളരെ കുറച്ചു. മുസ്തഫയുടെ ഉന്തുവണ്ടിയിൽ നടത്തിക്കൊണ്ടിരുന്ന തന്തൂരി കടയിൽ എപ്പോഴും ജനങ്ങൾ കൂട്ടം കൂട്ടമായി വന്നു. എന്നാൽ സുൽത്താൻ ഹോട്ടൽ ഫുഡ് ഓഫീസർ അടച്ചു. കൂടാതെ ചത്തുപോയ കോഴികളെ പാചകം ചെയ്ത കാരണത്താൽ ഹോട്ടൽ സീൽ വെച്ചു. അഫ്സലിനെ ജയിലിൽ അടച്ചു. ഇതായിരിക്കും ദൈവത്തിന്റെ നിയമം. നന്മ ചെയ്താൽ നല്ലത് നടക്കും, തിന്മ ചെയ്താൽ തിന്മ നടക്കും. സത്യത്തിനെന്നും 16 വയസ്സാണെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. അബ്ദുൾ ഒരു നല്ല പാചകക്കാരനായിരുന്നു. അയാൾക്ക് സുൽത്താൻ മിയയുടെ ഹോട്ടലിൽ തന്തൂരി ഉണ്ടാക്കുന്ന ജോലിയായിരുന്നു. എനിക്കൊരു തന്തൂരി പാർസലാക്കൂ. ഇപ്പൊ തരാം. അബ്ദുള്ളക്ക, നിങ്ങളുടെ കൈകൊണ്ട് ഉണ്ടാക്കുന്ന തന്തൂരി സൂപ്പറാണ്. ഞാൻ പല ഹോട്ടലുകളിലും തന്തൂരി കഴിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ കൈപുണ്യം വേറെ ആർക്കും ഞാൻ കണ്ടിട്ടേയില്ല. നന്ദി. എന്റെ തന്തൂരി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ. എനിക്കത് കേട്ടാൽ മതി. അബ്ദുൾ വർഷങ്ങളായി ആ ഹോട്ടലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രശ്നങ്ങളില്ലാതെ എല്ലാം നടന്നുകൊണ്ടിരുന്നു. പിന്നീട് ഒരു ദിവസം സുൽത്താൻ മിയയുടെ മകൻ അഫ്സൽ ഹോട്ടലിന്റെ ചുമതല ഏറ്റെടുത്തു. സാർ, നിങ്ങളുടെ ഹോട്ടലിലെ തന്തൂരി സൂപ്പറാണ്. ആ എനിക്കറിയാം. പല കസ്റ്റമേഴ്സും അബ്ദുള്ളയുടെ തന്തൂരിയെ കുറിച്ച് പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ അബ്ദുൾ സന്തോഷിച്ചു. അഫ്സലിന്റെ മനസ്സിലുണ്ടായിരുന്ന കണക്കുകൂട്ടലുകളെ കുറിച്ച് അയാൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. തന്തൂരി കൗണ്ടർ വലുതാക്കണമെന്ന് അഫ്സൽ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. വേറെയും ചില പാചകക്കാരെ അവിടെ നിയമിക്കണം എന്നും. അബ്ദുള്ളക്ക, നിങ്ങൾ വേറെയും 1-2 പേർക്ക് നിങ്ങളെപ്പോലെ തന്തൂരി ഉണ്ടാക്കാൻ പഠിപ്പിച്ചു കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ, ഞാൻ തന്തൂരി കൗണ്ടർ വലുതാക്കാൻ പോവുകയാണ്. അപ്പോഴേ എനിക്ക് നിറയെ ഓർഡർ വരികയുള്ളൂ. തീർച്ചയായും ഞാൻ എല്ലാ പാചകക്കാരനും പറഞ്ഞു കൊടുക്കാം. അത് കേട്ട് അഫ്സൽ സന്തോഷിച്ചു. കുറച്ചു ദിവസത്തിനു ശേഷം തന്തൂരി കൗണ്ടർ വലുതായി. വേറെയും 2 പാചകക്കാരെ കൗണ്ടറിൽ നിയമിച്ചു, അൽത്താഫും അർബാസും. ഞാൻ ചെയ്യുന്നത് ശ്രദ്ധിച്ച് കണ്ടുപിടിക്കണം. എന്നെപ്പോലെ നന്നായി തന്തൂരി ഉണ്ടാക്കിയാൽ കസ്റ്റമേഴ്സ് നിങ്ങളെയും അഭിനന്ദിക്കും. അബ്ദുൾ 2 പേർക്കും തന്തൂരി രുചിയായിട്ടുണ്ടാക്കാൻ പഠിപ്പിച്ചു കൊടുത്തു. ചില ദിവസങ്ങൾക്കകം അവർ 2 പേരും തന്തൂരി നന്നായിട്ടുണ്ടാക്കാൻ പഠിച്ചു. എനിക്ക് വിശ്വാസമുണ്ട്, പകലിൽ ഈ ഹോട്ടലിൽ 2 മടങ്ങും രാത്രിയിൽ 4 മടങ്ങും ബിസിനസ് നടക്കും. നിങ്ങളുടെ വാക്ക് ബലിക്കട്ടെ അബ്ദുള്ളക്ക. അബ്ദുൾ നല്ല മനസ്സോടെ പുതിയ 2 പേർക്കും തന്തൂരി ഉണ്ടാക്കുന്നത് പഠിപ്പിച്ചു കൊടുത്തു. പക്ഷെ അഫ്സൽ വളരെ തന്ത്രശാലിയായിരുന്നു. അവന്റെ മനസ്സിൽ പണമുണ്ടാക്കണമെന്ന വിചാരമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അവൻ ഒരു പുതിയ പോൾട്രിക്കാരനുമായി കച്ചവടം സംസാരിച്ചു. ആ പോൾട്രിക്കാരൻ ചത്തുപോയ കോഴികളെ കുറഞ്ഞ വിലയ്ക്ക് അഫ്സലിന് വിറ്റുകൊണ്ടിരുന്നു. അങ്ങനെ അഫ്സലിന്റെ വ്യാപാരം വർദ്ധിച്ചു. തന്തൂരി കൗണ്ടർ വലുതായതുകൊണ്ട് കസ്റ്റമേഴ്സും കൂടുതൽ വരാൻ തുടങ്ങി. എല്ലാം നന്നായി നടന്നുകൊണ്ടിരുന്നു. എന്നാൽ ഒരു ദിവസം അബ്ദുൾ പകലും രാത്രിയും ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഹോട്ടലിന്റെ ഉടമ സുൽത്താൻ അവിടേക്ക് വന്നു. മോനെ അഫ്സലെ, ഹോട്ടൽ എങ്ങനെ നടക്കുന്നു? നന്നായി നടക്കുന്നുണ്ട്. അതുപോട്ടെ, നീ കോഴി വാങ്ങുന്ന സ്ഥലം മാറ്റി എന്നാണല്ലോ കേട്ടത്. അതെ വാപ്പ, ഈ പുതിയ കോഴിക്കടക്കാരൻ കുറഞ്ഞ വിലയിൽ കോഴി സപ്ലൈ ചെയ്യുന്നുണ്ട്. അതെയോ? അതെങ്ങനെ? കാരണം അതെല്ലാം ചത്തുപോയ കോഴികളാണ് വാപ്പ. എന്റെ അള്ളാ, നീ എന്തിനാ ഈ അന്യായം ചെയ്യുന്നത്? ഇത് പാവമാണ്. അങ്ങനെയൊന്നും ചെയ്യരുത്. നമ്മൾ കൊടുക്കുന്ന തന്തൂരി കഴിച്ചിട്ട് ആർക്കെങ്കിലും സുഖമില്ലാതെ ആയാൽ അള്ളാവും നമുക്ക് ഒരിക്കലും മാപ്പ് തരില്ല മോനെ. അങ്ങനെയൊന്നും നടക്കില്ല വാപ്പ. എല്ലാ ഹോട്ടലുകാരും അങ്ങനെയാണ് ചെയ്യുന്നത്. എന്റെ ഫ്രണ്ട്സിന്റെ ഹോട്ടലിലൊക്കെ ഇതാണ് ചെയ്യുന്നത്. ഇതുവരെ ആർക്കും അസുഖം വന്നിട്ടില്ല, ഇനി വരാനും പോകുന്നില്ല. നിന്നെ ഉപദേശിക്കേണ്ടത് എന്റെ കടമയാണ്. അതിനുശേഷം നിന്റെ ഇഷ്ടം. ഇന്നു മുതൽ ഈ ഹോട്ടൽ നിന്റേതാണ്. ഇനി നീയാണ് മുതലാളി. നല്ലതോ ചീത്തയോ അതെല്ലാം നിന്റെ കയ്യിലാണ് ഉള്ളത്. എന്നാൽ ഞാൻ പോവാ. സുൽത്താൻ മിയ അവിടെ നിന്ന് പോയി.
അവരുടെ സംഭാഷണം മുഴുവനും അബ്ദുൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അയാളും വീട്ടിലേക്ക് പുറപ്പെട്ടു പോയി. രാത്രി അബ്ദുൾ ആ കാര്യത്തെക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരുന്നു. ജനങ്ങളുടെ ജീവൻ വെച്ച് കളിക്കുന്ന ഹോട്ടലിൽ ഇനി ഞാൻ ജോലി ചെയ്യാൻ പോകുന്നില്ല. ഇത് പാപമാണ്. പക്ഷെ ആ അഫ്സൽ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ആ ജോലി ഉപേക്ഷിക്കാൻ പോവുകയാണ്. സുൽത്താൻ ഹോട്ടലിലെ പാചകക്കാരന്റെ ജോലി ഉപേക്ഷിക്കണമെന്ന് അബ്ദുൾ തീരുമാനിച്ചു. അടുത്ത ദിവസം അയാൾ ഹോട്ടലിലേക്ക് ചെന്നു. നിങ്ങൾ സംസാരിച്ചതൊക്കെ ഞാൻ കേട്ടു. ഇനി ഇവിടെ ജോലി ചെയ്യാൻ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. ഞാൻ ഇവിടുത്തെ ജോലി വിടാൻ തീരുമാനിച്ചിരിക്കുന്നു. ആയിക്കോട്ടെ, നിങ്ങൾ എന്ത് വിചാരിച്ചു? നിങ്ങൾ പോയാൽ ഈ ഹോട്ടൽ അടച്ചിടുമെന്നോ? അത് നടക്കില്ല. പക്ഷെ നിങ്ങൾക്ക് വേറെ ഒരു ഹോട്ടലിലും ജോലി കിട്ടില്ല. അത് ഉറപ്പാ അബ്ദുള്ളക്ക. അങ്ങനെ ആയിക്കോട്ടെ, ജോലി ഇല്ലെങ്കിലും സാരമില്ല. ഇങ്ങനെ ആൾക്കാരെ പറ്റിച്ച് സമ്പാദിക്കാൻ ഇഷ്ടമല്ല. ഇങ്ങനെ പറഞ്ഞ് അബ്ദുൾ അവിടെ നിന്ന് പോയി. അയാൾ പല ഹോട്ടലുകളിലും ജോലി അന്വേഷിച്ചു കൊണ്ടിരുന്നു. പക്ഷെ അയാൾക്ക് എവിടെയും ജോലി കിട്ടിയില്ല. ഒരു ദിവസം മനസ്സ് തകർന്ന് അയാൾ സുഹൃത്തായ മുസ്തഫയുടെ സൈക്കിൾ ഷോപ്പിൽ ചെന്നിരുന്നു. എന്തു പറ്റി നിനക്ക്? ഇന്നും നിനക്ക് ജോലി കിട്ടിയില്ലേ? ഇല്ല സുഹൃത്തെ, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. തന്തൂരി ഉണ്ടാക്കുന്ന ജോലി അല്ലാതെ വേറെ ഒരു ജോലി അറിയില്ല. വേറെ ജോലി ചെയ്യാൻ നിന്നോട് ആരാ പറഞ്ഞേ? ഞാനൊരു കാര്യം പറയാം. നിനക്ക് സ്വന്തമായിട്ട് ഒരു തന്തൂരി കൗണ്ടർ ഓപ്പൺ ചെയ്താൽ എന്താ? എന്റെ അടുത്ത് അത്രയ്ക്കൊന്നും പണമില്ല. തന്തൂരിക്ക് വില അധികമാ. അത് മാത്രമല്ല, ഹോട്ടലും വേണ്ടേ? പിന്നെ അതിന് വാടക. അതിനെല്ലാം ഞാൻ എവിടെ പോകും? നിന്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഒരു മറുപടിയേ ഉള്ളൂ. നീ കുറച്ച് വെയിറ്റ് ചെയ്യ്. മുസ്തഫ 2 പഴയ ചക്രങ്ങൾ കൊണ്ടുവന്നു. അവയെ ഒരു കമ്പി കൊണ്ട് കൂട്ടിയിണക്കി. ഇതാ റെഡി ആയിട്ടുണ്ട്. എന്താ അത്? പറഞ്ഞു തരാം. മുസ്തഫയുടെ പക്കൽ ഒരു നല്ല വണ്ടി റെഡിയായി. അയാൾ വീലുകൾക്ക് മേലെ ഒരു പലക ഘടിപ്പിച്ചു. എന്നിട്ട് ആ തന്തൂർ ഉന്തുവണ്ടിയിൽ വെച്ചു. ഇപ്പോൾ ഇതിന്റെ അടിയിൽ കൽക്കരി വെച്ച് കത്തിക്ക്. എന്നിട്ട് ഇതിന്റെ മുകളിൽ തന്തൂരി ഉണ്ടാക്കാം. ആ, വളരെ നന്നായിട്ടുണ്ടല്ലോ. ഈ ഐഡിയ എങ്ങനെ കിട്ടി? നിന്നെ സഹായിക്കണം എന്ന് വിചാരിച്ചപ്പോ ഒരു ഐഡിയ താനേ കിട്ടി. വളരെ നന്ദി സുഹൃത്തെ. അടുത്ത ദിവസം മുതൽ മുസ്തഫ ഉന്തുവണ്ടിയിൽ തന്തൂരി വിൽക്കാൻ ആരംഭിച്ചു. മുസ്തഫ തന്തൂരി ഉണ്ടാക്കുന്നതിൽ സമർത്ഥനായിരുന്നു. ഹോട്ടൽ ഇല്ലാത്തതുകൊണ്ട് അയാൾ തന്തൂരിയുടെ വില വളരെ കുറച്ചു. മുസ്തഫയുടെ ഉന്തുവണ്ടിയിൽ നടത്തിക്കൊണ്ടിരുന്ന തന്തൂരി കടയിൽ എപ്പോഴും ജനങ്ങൾ കൂട്ടം കൂട്ടമായി വന്നു. എന്നാൽ സുൽത്താൻ ഹോട്ടൽ ഫുഡ് ഓഫീസർ അടച്ചു. കൂടാതെ ചത്തുപോയ കോഴികളെ പാചകം ചെയ്ത കാരണത്താൽ ഹോട്ടൽ സീൽ വെച്ചു. അഫ്സലിനെ ജയിലിൽ അടച്ചു. ഇതായിരിക്കും ദൈവത്തിന്റെ നിയമം. നന്മ ചെയ്താൽ നല്ലത് നടക്കും, തിന്മ ചെയ്താൽ തിന്മ നടക്കും. സത്യത്തിനെന്നും 16 വയസ്സാണെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. ഒരു ഗ്രാമത്തിൽ സൂക്ക എന്നും ലെംബു എന്നും പേരുള്ള 2 സഹോദരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അവർ രണ്ടുപേരും എന്നും വഴക്കായിരുന്നു. രണ്ടുപേരുടെയും മനസ്സിൽ എപ്പോഴും ഈഗോ മാത്രമായിരുന്നു. അതുകൊണ്ട് എല്ലാ ദിവസവും ഇവർ രണ്ടുപേരും തമ്മിൽ വഴക്കായിരുന്നു. അമ്മ അവരെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുമായിരുന്നു. പക്ഷെ അവർ രണ്ടുപേരും അമ്മയുടെ വാക്കുകൾ കേൾക്കില്ലായിരുന്നു. ഈ സന്ദർഭം ചതുർ നന്നായിട്ട് ഉപയോഗിച്ചു. എല്ലാ ദിവസവും രണ്ടുപേരും അവരവരുടെ ജോലികൾ മാറ്റിക്കൊണ്ടേയിരുന്നു. ഒരു ദിവസം സൂക്ക ബിരിയാണി കട ഇട്ടിട്ടുണ്ടായിരുന്നു. അതേസമയം ലെംബു പേരക്കകൾ വിൽക്കുന്നുണ്ടായിരുന്നു. ഇവിടെ നോക്ക് ലംബോ, എന്റെ കൂടെ നീ മത്സരിക്കാൻ പേരക്ക കട ഉണ്ടാക്കി. അതുകൊണ്ട് ഞാൻ ചിക്കൻ ബിരിയാണി കടയും വിട്ടു. ഇതാ കണ്ടില്ലേ, ഇതിനു മേലെ നീ എന്നെ ഒരു ശല്യം ചെയ്യാൻ പാടില്ല. നീ അങ്ങനെ ചെയ്താലേ നിന്റെ സമയം മോശമായിരിക്കും. ദേ ഇവിടെ നോക്ക്, ഇത് നീ എന്നോട് സ്നേഹത്തോടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ചെങ്കിലും കേട്ടിട്ടുണ്ടാവും. പക്ഷെ നീ എന്താ ചെയ്യുന്നത്? നീ എന്നെ പേടിപ്പിക്കാണ്. എന്നാ നോക്കിക്കോ മോനെ, നാളെ തൊട്ട് ഞാനും ബിരിയാണി കട വെക്കാൻ പോവുകയാണ്. പക്ഷെ ഈ പ്രാവശ്യം നിന്റെ കച്ചവടം ഞാൻ പൊളിക്കും. ശരി, നമുക്ക് കാണാലോ രണ്ടുപേരിൽ ആരാ ജയിക്കുന്നത്. രണ്ടുപേരും മത്സരിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് ചതുർ അവിടേക്ക് വന്നത്. എന്താ ഇത് മക്കളെ, രാവിലെ തന്നെ ഇങ്ങനെ തല്ലുകൂടുകയാണോ നിങ്ങള്? സൂക്ക, നീ എന്താ ബിരിയാണി കണ്ടിട്ടുണ്ട്? അതും ചിക്കൻ. ആ ശരി, നീ ഒരു പ്ലേറ്റ് എടുക്ക്, ഞാൻ കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ചതുരേട്ടാ, ഈ കട നിങ്ങളുടെ കട പോലെയാണ്. നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ നിങ്ങൾ എടുക്കാം. ചതുർ പണം കൊടുക്കാതെ നിറയെ ബിരിയാണി കഴിച്ചു. അവൻ സൂക്കയുടെ ബിരിയാണിയെ പറ്റി പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരുന്നു. ഇങ്ങനെ പറയുന്നത് ലെംബുവിന് തീരെ ഇഷ്ടപ്പെട്ടില്ല. സൂക്ക, നിന്റെ ബിരിയാണി അടിപൊളിയായിരുന്നു. കഴിച്ചിട്ട് നല്ല തൃപ്തിയുണ്ട്. ഇവിടെയുള്ള ജനങ്ങൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടാവും.
ഇതൊക്കെ ചേട്ടാ, നാളെ എന്റെ കൈ കൊണ്ട് ഞാൻ ബിരിയാണി ഉണ്ടാക്കാം. അത് വന്ന് നിങ്ങൾ കഴിച്ചു നോക്ക്, നിങ്ങൾക്ക് അത് തീർച്ചയായിട്ടും ഇഷ്ടാവും. ശരി മോനെ, നീ പറയുന്ന പോലെ തന്നെ ചെയ്യാം. ഇപ്പൊ നിന്റെ കയ്യിലുള്ള പേരക്കൊക്കെ താ. നിന്റെ പേരക്കൊന്നും കുറഞ്ഞ കാര്യമൊന്നല്ല. ലെമ്പുവിന് ചെറിയ രീതിയിൽ പുകഴ്ത്തിയാലും മതി, അവന് സന്തോഷമാകും. അതുകൊണ്ട് ചതുറിന് ഫ്രീ ആയിട്ട് പേരക്കയും കിട്ടി. സുക്കു ഒരു ദിവസം മുഴുവൻ ബിരിയാണി ഒരു പ്ലേറ്റ് 50 രൂപയ്ക്ക് വിറ്റു. സൂക്കയ്ക്ക് അന്നത്തെ ദിവസം നല്ല വരുമാനം കിട്ടി. അത് കണ്ട് ലെമ്പുവിന് ദേഷ്യം വന്നു. വൈകുന്നേരം രണ്ടുപേരും അവരുടെ വീട്ടിലേക്ക് പോയി. പിറ്റേ ദിവസം ലെമ്പു സൂക്ക വരുന്നതിന് മുൻപ് അവന്റെ വണ്ടി എടുത്ത് പുറപ്പെട്ടു. എന്നിട്ട് അവിടെ ബോർഡിൽ ഒരു ബിരിയാണി ഒരു പ്ലേറ്റ് 40 രൂപ എന്ന് എഴുതി വെച്ചു. കുറച്ചു സമയത്തിന് ശേഷം സൂക്ക അവിടെ എത്തിച്ചേർന്നു. മണ്ടാ, ഇത്രയും വില കുറഞ്ഞിട്ടാണോ ബിരിയാണി വെക്കുന്നത്? എന്നും നിന്റെ ബിരിയാണി നീ എങ്ങനെയാ വിൽക്കുന്നത് ഞാൻ ഒന്ന് നോക്കട്ടെ. രണ്ട് കടയിലും ബിരിയാണി വില നോക്കി ജനങ്ങളെല്ലാം ലെമ്പുവിന്റെ അടുത്തേക്കാണ് പോയത്. ബിരിയാണി വില ലെമ്പുവിന്റെ കടയിൽ കുറവായതുകൊണ്ട് എല്ലാവരും അവിടെ നിന്നാണ് വാങ്ങിച്ചത്. ഇത് കണ്ടത് സൂക്കയ്ക്ക് തോന്നി, എന്റെ ബിരിയാണി വില കുറച്ചാലോ? 50 രൂപ എഴുതിയിരിക്കുന്ന ബിരിയാണി അവൻ 40 രൂപ എഴുതി. ഇപ്പോ രണ്ടുപേരുടെ കടയിലും സെയിം വിലയാണ്. വൈകുന്നേരം രണ്ടുപേരും അവരുടെ വീട്ടിലേക്ക് പോയി. ഞാനിന്നൊരു കാര്യം അറിഞ്ഞല്ലോ, രണ്ടുപേരും ഇന്ന് നഷ്ടത്തിലാ വന്നതെന്ന്. അമ്മേ, ഇവൻ എന്നെ പേടിപ്പിച്ചു. ഇപ്പൊ ഞാൻ അവന്റെ കട മൂടാതെ സമ്മതിക്കാൻ പറ്റില്ല. അമ്മേ, നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ മിണ്ടാതെ അവിടെ ഇരിക്കണം. ശരി മക്കളെ, ഇനി ഞാൻ ഒന്നും പറയില്ല. നിങ്ങൾ രണ്ടുപേരും എന്തെങ്കിലുമൊക്കെ ചെയ്യ്. ഒരു ദിവസം രാവിലെ ചതുർ സൂക്കയെ കാണാൻ വന്നു. വരൂ ചിത്രേട്ടാ, വന്ന് ഇരിക്കേ. നോക്കു മോനെ, നിനക്ക് കച്ചവടം എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നീ എന്റെ സ്വന്തമല്ലേ? ചേട്ടാ, ഇത്ര കാലം നിങ്ങൾ പറയുന്നൊക്കെ കേട്ടിട്ടാണ് ഞങ്ങൾ കച്ചവടം ചെയ്യുന്നത്. എന്നാ ഇനി മുതൽ നീ ബിരിയാണി 5 റുപ്യക്ക് വെക്ക്. ബിരിയാണി 5 റുപ്യക്ക് വിറ്റാ എനിക്ക് ചിക്കൻ പോലും വാങ്ങാൻ പറ്റില്ലല്ലോ. നിനക്ക് നിന്റെ അനിയനെ തോൽപ്പിക്കണ്ടേ? അതുകൊണ്ട് നിന്റെ കൈകാശിട്ടിട്ട് എല്ലാ സാധനം വാങ്ങിക്കടോ. പക്ഷേ എന്റെ അടുത്ത് പൈസ ഇല്ലല്ലോ ചേട്ടാ. നിന്റെ ചേട്ടനായിട്ട് ഞാൻ എന്തിനാ നിക്കുന്നത്? നിനക്ക് എത്ര പൈസ വേണ്ട? ഞാൻ തരാം. നിനക്ക് പൈസ വന്നതിന് ശേഷം എനിക്ക് തന്നാ മതി മോനെ. ചതുർ സൂക്കാക്ക് കടം കൊടുത്തു. അതിനുശേഷം സൂക്ക ഒരു പ്ലേറ്റ് ബിരിയാണി 5 രൂപ എന്ന് എഴുതി വെച്ചു. സൂക്കയുടെ ബിരിയാണിക്ക് വേണ്ടി ജനങ്ങൾ ക്യൂവിൽ നിന്നു. ടോക്കൺ കയ്യിൽ വെച്ച് അവർ വെയിറ്റ് ചെയ്തു ബിരിയാണിക്ക് വേണ്ടി. ലെമ്പുവിന് ഇത് കണ്ട് വിഷമമായി. അപ്പോഴാണ് ചതുർ അവിടേക്ക് വന്നത്. എന്താ പറ്റില്ല ലംബോ, നീ എന്തിനെങ്ങനെ വിഷമിക്കുന്നേ? സങ്കടം എന്റെ മുമ്പ് തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ കാരണം എന്താ നിങ്ങൾ ചോദിക്കുന്നത്? ഇങ്ങനെ പറയല്ലേ. എന്നാ നീ ഒരു പ്ലേറ്റിന് ബിരിയാണിക്ക് 5 റുപ്യക്ക് വിൽക്ക്. എന്റെ അടുത്ത് അത്ര കാശൊന്നും ഇല്ല ചേട്ടാ. ഈ സൂക്കൊക്കെ എങ്ങനെയാണ് കാശ് കിട്ടിയത് എനിക്ക് മനസ്സിലാവുന്നില്ല. നീ വിഷമിക്കണ്ട മോനെ, നിനക്കുള്ള കടം ഞാൻ തരാം. നീയും 5 റുപ്യക്കുള്ള ബിരിയാണി വിൽക്കാൻ തുടങ്ങ്. ചതുർ ലെമ്പുവിനും കടം കൊടുത്തു. അതിനുശേഷം രണ്ടുപേരും ബിരിയാണി 5 രൂപയ്ക്ക് വിൽക്കാൻ ആരംഭിച്ചു. വരൂ വരൂ, ചിക്കൻ ബിരിയാണി കഴിക്കാൻ വരൂ. അതിന്റെ വില 5 റുപ്യയാണ്. ഒരു പ്ലേറ്റിൽ 4 കഷ്ണം ചിക്കൻ ഉണ്ടാവും. വരൂ വരൂ, നല്ല ബിരിയാണി, സ്വാദുള്ള നല്ല ചൂടുള്ള ചിക്കൻ ബിരിയാണി, 5 റുപ്യുള്ള ബിരിയാണി, 5 റുപ്യ പ്ലേറ്റുള്ള 5 പീസുള്ള ബിരിയാണി. അവര് രണ്ടുപേരും തമ്മിലുള്ള മത്സരം ജനങ്ങൾക്ക് ഭയങ്കര സഹായമായി. 5 രൂപയുടെ ബിരിയാണി എല്ലാരും വാങ്ങിക്കഴിച്ചു. അതുകൊണ്ട് ഉച്ചയോടെ ബിരിയാണി എല്ലാം കാലിയായി രണ്ടുപേരും വീട്ടിലേക്ക് പോയി. ഇന്ന് എത്ര കാശ് സമ്പാദിച്ചു? രണ്ടുപേരും അവരുടെ അമ്മയോട് സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. ശരി, നിങ്ങൾക്ക് രണ്ടുപേർക്കും പണം തന്നത് ചതുറാണോ? രണ്ടുപേരും ഒന്ന് മനസ്സിലാക്കിക്കോ, ചതുർ എന്താണ് ചെയ്തതെന്ന്. അമ്മേ, ഞങ്ങളോട് ക്ഷമിക്കണം അമ്മേ. അതെ അമ്മേ, ഇനി ഞങ്ങൾ രണ്ടുപേരും വഴക്ക് കൂടില്ല. ഞങ്ങൾ രണ്ടുപേരും എത്ര വഴക്കുണ്ടാക്കുന്നോ അത് മറ്റുള്ളവർ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അമ്മേ. അതെ അമ്മേ, ഇന്ന് ഞങ്ങൾക്ക് അത് നന്നായിട്ട് മനസ്സിലായി. ഇനി മുതൽ ഞങ്ങൾ നന്നായിട്ട് ഉണ്ടായിക്കോളാം. ആ ചത്തുറിന് ഞങ്ങൾ ഒരു പണി കൊടുത്തിട്ടേ പറ്റൂ. അതിനുശേഷം രണ്ടുപേരും ഒരു കടയിൽ ബിരിയാണി ഉണ്ടാക്കി. എന്നിട്ട് കടയ്ക്ക് പേരിട്ടു ലെമ്പു സൂക്ക ചിക്കൻ ബിരിയാണി. പിറ്റേ ദിവസം രാവിലെ അവർ രണ്ടുപേരും അവിടെ എത്തി. ചതുർ അവിടെ എത്തി അവരെ കണ്ടതും അത്ഭുതപ്പെട്ടു. അവരും രണ്ടുപേരും തമ്മിലുള്ള ഒത്തൊരുമ കണ്ടിട്ട് ഇനി ഇവിടെ നിന്നിട്ട് ശരിയാവില്ല, ഓടിപ്പോകാമെന്ന് കരുതി. സുഹൃത്തുക്കളെ, ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പാഠം, നമ്മൾ എപ്പോഴും ഐക്യത്തോടെ ഇരിക്കണം. അങ്ങനെ ഒത്തൊരുമിച്ചിരുന്നില്ലെങ്കിൽ മറ്റുള്ളവർ അവരുടേതായ രീതിയിൽ അതെല്ലാം പ്രയോജനപ്പെടുത്തും. അതുപോലെ മുഖസ്തുതി പറയുന്നവന് വിശ്വസിക്കരുത്. അങ്ങനെ ചെയ്താൽ ജീവിതം നാശമാകും. ഇർഫാനും മക്ബൂലും കൂട്ടുകാരാണ്. മക്ബൂലിന് ഒരു ചിക്കൻ കടയുണ്ട്. പക്ഷേ ഇർഫാന് ജോലിയൊന്നും തന്നെ ഇല്ല. എന്താ സുഹൃത്തെ, ഇന്ന് നിനക്ക് ജോലി കിട്ടിയില്ലേ? ഞാൻ എന്ത് പറയാനാ, എനിക്ക് ഇന്നും ജോലി കിട്ടിയില്ല. ഇത്രയും പഠിച്ചിട്ട് എന്ത് പ്രയോജന? ഒരു ജോലി പോലും എനിക്ക് കിട്ടിയില്ല. ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്കെന്നെ അറിയുന്നില്ല. ഇപ്പോ റുക്സേനെ നോക്കുന്ന ജോലിയും എന്റെ തലയിൽ വന്നു. സുഹൃത്തെ, നീ ഇത്രയും പെട്ടെന്ന് കല്യാണം ചെയ്യാൻ പാടില്ലായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, നിനക്ക് പറ്റിപ്പോയി. ജോലി ചെയ്തേ പറ്റൂ, ജോലി കണ്ടേ പറ്റൂ. നിനക്ക് നന്നായിട്ട് അറിയാലോ,
ഞാൻ ഏതുപോലെ ചുറ്റുവട്ടാരത്തിലെ കല്യാണം ചെയ്തതെന്ന്. ഞാനങ്ങ് കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ റുക്സേന അവളുടെ അച്ഛൻ വേറെ ആർക്കെങ്കിലും കല്യാണം കഴിച്ചു കൊടുത്തേനെ. പക്ഷേ കല്യാണം കഴിച്ചതിന് ശേഷമാണ് എനിക്ക് ഇത്രയും ഭാരമായത്. എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. ഞാൻ എന്താ ചെയ്യേണ്ടത്? എടാ ഇർഫാൻ, നിനക്ക് ഷവർമ ചെയ്യാൻ നന്നായിട്ട് അറിയാലോ. അതെ, നിനക്കൊരു ഷവർമ കട വെച്ചൂടെ? എടാ, കട വെക്കണമെങ്കിൽ കുറച്ച് പൈസ ആവശ്യമില്ലേ? അതിന് ഞാൻ എവിടെ പോവും? അതിന് ഞാനുണ്ടല്ലോ. ഞാൻ നിനക്ക് കടം തരാം. നിന്റെ ബിസിനസ് കുറച്ച് വളരട്ടെ, എന്നിട്ട് നീ നിന്റെ കടം താ. അതും ശരിയാണ്. ഇർഫാൻ സന്തോഷത്തോടെ വീട്ടിലേക്ക് പോയി. എന്നിട്ട് റുക്സാനയോട് നടന്നതൊക്കെ പറഞ്ഞു. ദൈവത്തിന് നന്ദി, നിങ്ങൾക്ക് എങ്ങനെങ്കിലും ഒരു വഴി കിട്ടിയല്ലോ. ഞാൻ വേഗം തന്നെ ഒരു ഷവർമ കട തുടങ്ങാൻ പോവുകയാണ്. നമുക്ക് നല്ല വരുമാനം വരുന്ന എനിക്ക് വിശ്വാസമുണ്ട്. നമ്മുടെ കാര്യങ്ങളെല്ലാം ശരിയാവും. തീർച്ചയായും. ഞാൻ അള്ളാഹിനോട് പ്രാർത്ഥിക്കാം. മക്ബുലിനോട് കാശ് കടം വാങ്ങി ഇർഫാൻ ഷവർമ ചെയ്യാനുള്ള മെഷീൻ വാങ്ങി. അവൻ മക്ബുലിന്റെ കടയിൽ നിന്ന് തന്നെ ചിക്കൻ വാങ്ങിക്കാനായി ചെന്നു. അങ്ങനെ പതുക്കെ അവന്റെ ഷവർമ കടയും തുടങ്ങി. ചേട്ടാ, ഒരു ഷവർമ തരൂ. ധാരാളം വാങ്ങിച്ചോളൂ. പതുക്കെ പതുക്കെ ഇർഫാന്റെ ഷവർമ കടയിൽ കസ്റ്റമേഴ്സിന്റെ തിരക്ക് അധികരിക്കാൻ തുടങ്ങി. ഇതിന്റെ രുചി വളരെ നന്നായിട്ടുണ്ട് ചേട്ടാ. പിന്നെ ഉണ്ടാവില്ലേ, ഒക്കെ മസാല വീട്ടിൽ നിന്നുണ്ടാക്കിയതാണ്. വാവ്, അത്ഭുതം തന്നെ. കഴിക്കാൻ തന്നെ നല്ല രുചിയുണ്ട്. ഇർഫാനും ഒരുപാട് സന്തോഷമായി. അതായത് അവന്റെ ഷവർമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന്. അവന്റെ കസ്റ്റമേഴ്സ് ഒരുപാട് ആകാംക്ഷയോടെ അവിടേക്ക് ഷവർമ കഴിക്കാനായി എത്തും. ഒരാഴ്ച ആയപ്പോൾ വീട്ടിലിരുന്നു കൊണ്ട് കിട്ടിയ കാശ് അവൻ എണ്ണിക്കൊണ്ടിരിക്കുകയായിരുന്നു. 4000 റുപ്യ ലാഭം കിട്ടിയിട്ടുണ്ട്. ഇതിലുള്ള 2000 റുപ്യ നമ്മുടെ വീട്ടു ചെലവിനും ബാക്കിയുള്ളത് ചെലവിന് വെച്ചോളാം. പിന്നെ ബാക്കിയുള്ള 2000 റുപ്യ മക്ബുൽ ചേട്ടന് തിരിച്ചു കൊടുക്കണം. അതെ അതെ, അതാണ് ശരി. ഇതേപോലെ തന്നെ നടന്നാൽ മക്ബുൽ ചേട്ടനടുത്ത് വാങ്ങിയ കടൻ വേഗം തന്നെ കെട്ടാൻ പറ്റും. എന്താ, ശരിയല്ലേ? തീർച്ചയായും. അന്ന് ഇർഫാൻ മക്ബുലിനോട് ആദ്യത്തെ പലിശ നൽകാനായി ചെന്നു. ഞാൻ വിചാരിക്കുന്നു നിന്റെ കട നന്നായിട്ട് പോകുന്നുണ്ടല്ലേ ഇർഫാൻ? അതെ ചേട്ടാ, ഇതേപോലെ നന്നായിട്ട് പോകുമെന്ന് തോന്നുന്നു. അതെ അതെ, തീർച്ചയായിട്ടും നടക്കും. നീ ഇതേപോലെ തന്നെ നന്നായിട്ട് ചെയ്യൂ. തീർച്ചയായിട്ടും ചേട്ടാ. ഇർഫാൻ ദിവസവും വൈകുന്നേരം തന്റെ ഷവർമ കട തുടങ്ങും. പിന്നീട് അവൻ തന്റെ കട തുറന്നതും തന്നെ അവിടേക്ക് കസ്റ്റമേഴ്സിന്റെ കൂട്ടം എത്താൻ തുടങ്ങും. എനിക്കൊരു ഷവർമ തരൂ. എനിക്കും 2 ഗാർലിക് ഷവർമ പാർസൽ. എനിക്കും ഒരു ഷവർമ. ഇരിക്കൂ, ഇപ്പൊ കൊണ്ടുവരാം. കട ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുന്നത് വരെ ഇർഫാൻ ജോലി ചെയ്തുകൊണ്ടേയിരിക്കും. കസ്റ്റമേഴ്സിന്റെ തിരക്ക് ഒരിക്കലും കുറയില്ലായിരുന്നു. ഓരോ ദിവസവും രാത്രി 10 മണി ആയതും തന്നെ കട ക്ലോസ് ചെയ്തിട്ട് വീട്ടിലേക്ക് ചെന്ന് തനിക്ക് കിട്ടിയ വരുമാനം എണ്ണി നോക്കി ഇർഫാൻ ഒരുപാട് സന്തോഷിച്ചു. സുബൈർ ദിവസവും ഇതൊക്കെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഈ ഷവർമ ബിസിനസ്സിൽ നല്ല ലാഭമുണ്ടല്ലോ. ഞാനൊരു ഷവർമ ബിസിനസ് തുടങ്ങാൻ പോവുകയാണ്. ഇർഫാൻ ഷവർമ 80 ഉറുപ്പിക്കാണ് വിൽക്കുന്നത്. ഞാൻ അതിനെക്കാട്ടും കുറഞ്ഞ വിലയിലാണ് വിൽക്കാൻ പോകുന്നത്. എന്നാലേ ജനങ്ങളൊക്കെ എന്റെ അടുത്ത് വന്ന് വാങ്ങിക്കും. സുബൈർ മനസ്സിൽ ചിന്തിക്കാൻ തുടങ്ങി. എങ്ങനെ ഷവർമയുടെ വില കുറയ്ക്കാമെന്ന് ഗൂഢാലോചന ചെയ്തു. ഞാൻ വില കുറഞ്ഞ ചിക്കനാണ് വാങ്ങേണ്ടത്. പിന്നെ വില കുറഞ്ഞ ചിക്കൻ വാങ്ങിക്കാനായി സുബൈർ ഒരുപാട് കടകളിലേക്ക് ചെന്നു. എല്ലാ കടകളിലും അവന് ഒരേ വിലയിലാണ് കിട്ടിയത്. അവസാനം അവൻ അക്രമിന്റെ ഷോപ്പിലേക്ക് ചെന്നു. അക്രം ഒരു 1-ാം നമ്പർ കള്ളനാണ്. ഇതാ നോക്കുമോനെ, എനിക്ക് ദിവസവും 10 കിലോ ചിക്കൻ ആവശ്യമാണ്. പക്ഷെ വില കുറച്ചായിട്ടാ ഇടേണ്ടത്. എന്നാ ഒരേ ഒരു വഴിയേ ഉള്ളൂ. അതെന്താണ്? നീ ചത്തുപോയ കോഴിയെ വാങ്ങിച്ചോ. ചത്തുപോയ കോഴീനെ കിലോന് ഞാൻ 50 ഉറുപ്പിയെ വാങ്ങിക്കുന്നുള്ളൂ. ചത്തുപോയ കോഴി കൊണ്ട് വേറെ പ്രശ്നമൊന്നും വരില്ലല്ലോ. അങ്ങനൊന്നുമില്ല. ചത്തുപോയ കോഴിയാണ് നല്ല വ്യാപാരം ഉണ്ടാവുന്നത്. ഇതിനെപ്പറ്റി ആർക്കും ഒന്നും അറിയില്ലട്ടോ. ഏത് കോഴിയും കഴിക്കുന്നവന് ചത്ത കോഴിയാണോ ഇല്ല വെട്ടിയ കോഴിയാണെന്ന് ആർക്കും അറിയാം. പക്ഷെ ഇതുകൊണ്ട് ആർക്കും ഒരു സൂക്കേടൊന്നും വരില്ലല്ലോ. നീ എന്താ ഇങ്ങനെ ആലോചിക്കുന്നേ? ഒന്നും വരില്ലേ? അതായത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ പോകുന്ന വഴിയിൽ അത് കാറ്റിൽ കിട്ടാതെ മരിച്ചു പോകുന്നു. ഇത് കഴിക്കുന്നോണ്ട് വേറെ ഒരു പ്രശ്നം വരില്ല. എന്നാ ശരി, ഈ കച്ചവടത്തിൽ ഞാനുണ്ട്. നീ ദിവസവും 50 ഉറുപ്പിക്ക് 10 കിലോ ചിക്കൻ അങ്ങോ തന്നേക്ക്. പക്കാ. സുബൈർ ഷവർമ ചെയ്യാനുള്ള മെഷീൻ വാങ്ങി. പിന്നീട് അവൻ ഇർഫാന്റെ ഷവർമ കടയുടെ തൊട്ടടുത്ത് തന്നെ തന്റെ ഷവർമ കട ഓപ്പൺ ചെയ്തു. സുബൈർ ഒരു വലിയ പലകയിൽ വില എഴുതി വെച്ചു. സുബൈർ വെറും 50 രൂപയ്ക്ക് ഷവർമ വിൽക്കാൻ തുടങ്ങി.
ഇപ്പോൾ ഇർഫാന്റെ കടയിലേക്ക് വരുന്ന കസ്റ്റമേഴ്സ് കുറച്ചുപേർ അവിടെ വില കുറവായതുകൊണ്ട് അദ്ദേഹത്തിന്റെ കടയിലേക്ക് പോകാൻ തുടങ്ങി. പിന്നെ കുറെ കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു. അവർ ഇർഫാന്റെ കടയിൽ മാത്രമേ ഷവർമ കഴിക്കാറുള്ളൂ. ചേട്ടാ, നിങ്ങളോടുള്ള ഷവർമ ടേസ്റ്റ് അവിടെ കിട്ടുന്നില്ല കേട്ടോ. എന്തോ ഒരു പ്രശ്നമുണ്ട്. അദ്ദേഹത്തിന് ഒരു ഷവർമ 50 റുപ്യനുള്ളിൽ അടങ്ങുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹം വിൽക്കുന്നു. അതും ശരിയാണ്. പക്ഷേ ആരാണ് ദിവസം അത് കഴിക്കുന്നു? അവര് നിന്റെ അടുത്ത് വന്നേ കഴിക്കുള്ളൂ. നീ വിഷമിക്കണ്ട. അതെ, എനിക്ക് അള്ളാന്റെ മേലെ വിശ്വാസമുണ്ട്. അന്ന് ഇർഫാൻ മക്ബൂൽ ബായെ കണ്ടു. എന്തു പറ്റി ഇർഫാൻ? ഇന്ന് നിന്റെ മുഖം വല്ലാതെ മാറ്റമുണ്ടല്ലോ. എന്തു പറ്റി? എന്ത് പറയാനാ ചേട്ടാ, സുബൈർ വന്നിട്ട് ഒരു ഷവർമ കടയും തുടങ്ങി. പിന്നെ ഷവർമയ്ക്കാണെങ്കിൽ 50 റുപ്യക്കാണ് വിൽക്കുന്നത്. ഇത്രയും കുറഞ്ഞ വിലയിൽ എങ്ങനെ? അത് തന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല ചേട്ടാ. അവൻ എന്തോ ഒരു കള്ളക്കളി ചെയ്യുന്നു തോന്നുന്നു. അതെന്താന്ന് കണ്ടുപിടിക്കണം. പക്ഷേ എങ്ങനെ? നീ എന്റെ കൂടെ വാ. അന്ന് ഇർഫാനും മക്ബൂലും സുബൈറിനെ ഫോളോ ചെയ്തു പോയി. അപ്പോഴാണ് സുബൈർ അക്രമിന്റെ ചിക്കൻ കടയിലേക്ക് പോയത് അവർ ശ്രദ്ധിച്ചത്. ഇപ്പൊ മനസ്സിലായി. എന്ത്? അക്രം ഒരു വല്ലാതെ മോശക്കാരനാണ്. ഇവൻ ഷുബൈറിന് വില കുറഞ്ഞ കോഴീനാണ് കൊടുക്കുന്നത്. എല്ലാം ഒരു ചത്ത കോഴിയായിരിക്കും. പക്ഷേ ഇത് നല്ലതല്ലല്ലോ. ജനങ്ങൾ ഇതൊക്കെ കഴിച്ചാൽ എന്തായാലും സൂക്കേടുണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? രണ്ടുപേരും ആലോചിക്കാൻ തുടങ്ങി എങ്ങനെ സുബൈറെയും അക്രമിനെയും തടുത്തു നിർത്താമെന്ന്. അപ്പോഴാണ് മക്ബൂലിന് ഓർമ്മ വന്നത്. അതായത് അവരുടെ ഇലാക്കയിൽ ഒരു ഫുഡ് ഇൻസ്പെക്ഷൻ ഓഫീസ് ഉണ്ട്. അവിടെ ഫുഡിനെ കുറിച്ചുള്ള കംപ്ലൈന്റ് നമുക്ക് നൽകാം. നമ്മൾ ഫുഡ് ഇൻസ്പെക്ടറിന് പോയിട്ട് ഒരു കംപ്ലൈന്റ് കൊടുക്കാം. ശരി. ഇർഫാനും മക്ബൂലും ഫുഡ് ഓഫീസിലേക്ക് ചെന്നു. പിന്നീട് അവർ അവിടെ ഉണ്ടായിരുന്ന വലിയ ഓഫീസറിനോട് സുബൈറിന്റെ കള്ളത്തരത്തെ കുറിച്ച് കംപ്ലൈന്റ് ചെയ്തു. നമുക്ക് ആ ഷവർമയെ ചെക്ക് ചെയ്യണം. സുബൈറിന്റെ ഷവർമ കടയിലേക്ക് ഫുഡ് ഓഫീസർ വന്നു. എന്നിട്ട് ആ കടയിലുണ്ടായിരുന്ന ചിക്കനും റൊട്ടിയും അവർ ടെസ്റ്റ് ചെയ്തു നോക്കി. സാർ, എന്തെങ്കിലും നമുക്കൊരു സെറ്റിൽമെന്റ് ചെയ്യാം. നീ ജനങ്ങളുടെ ജീവിതത്തിലാണ് കളിക്കുന്നത്. ഇതിൽ ഞങ്ങൾക്ക് നീ കൈക്കൂലി തരാൻ നോക്കുന്നോ? ഓഫീസർ സാമ്പിൾ എടുത്തു. എന്നിട്ട് ടെസ്റ്റ് ചെയ്തു. സാർ, ഈ ചിക്കൻ ഒന്നും കഴിക്കാനേ പറ്റില്ല. ഇത് കഴിക്കുന്നോണ്ട് ജീവൻ തന്നെ പോവാനുള്ള ചാൻസ് ഉണ്ട്. ഇവനെ പോലീസിലേക്ക് അറസ്റ്റ് ചെയ്തേക്ക്. പോലീസ് സുബൈറിനെ അറസ്റ്റ് ചെയ്തു. പിന്നീട് അവർ അക്രമിനെയും അറസ്റ്റ് ചെയ്തു. എല്ലാവർക്കും സുബൈറിന്റെ കള്ളത്തരം മനസ്സിലായി. പിന്നെ വീണ്ടും ഒരു പ്രാവശ്യം നല്ലവനായ ഇർഫാന്റെ കടയിലേക്ക് ആളുകൾ തിരിച്ചെത്തി. ഇർഫാന്റെ കഷ്ടവും കുറയാൻ തുടങ്ങി. പിന്നെ അത്യാഗ്രഹിയായ സുബൈറിന് അവൻ ചെയ്തതിന്റെ ശിക്ഷയും ലഭിച്ചു. എപ്പോഴും ഓർമ്മ വെച്ചോളൂ, ഏതൊരു വസ്തുവും വില ഒരുപാട് കുറവായിരുന്നാൽ അതിന്റെ തരത്തിൽ എന്തെങ്കിലും കുറവുണ്ടാകും.